അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അനിയത്തി ഒരു പോക്കങ്ങ് പോയി. ശരിക്കും അത് വിഷമിപ്പിച്ചില്ലേ മുതലേ? കാരണം പ്രത്യേകിച്ച് ഒരു അനിയത്തി എന്ന് പറയുമ്പം ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമായിരിക്കും അല്ലേ? ഞാൻ എൻ്റെ അച്ഛനമ്മേനേക്കാളും കൂടുതൽ ക്ലോസ് എൻ്റെ അനിയത്തിയായിട്ടായിരുന്നു. അനിയത്തി പോയതിൻ്റെ അന്ന് രാവിലെ ഒരുമിച്ച് ഞങ്ങൾ കിടന്നിറങ്ങി. രാവിലെയാണ് പെട്ടെന്ന് നോക്കിയപ്പോൾ ആളെ കാണാനില്ല എന്ന് കണ്ടത്. അന്ന് എനിക്ക് ഷൂട്ടിന് പോകണമായിരുന്നു. അപ്പോൾ 6:30 വണ്ടി വരും. ഞങ്ങൾ അറിയുന്നത് 5:30 ഈ കാര്യം അറിയുന്നത് രാവിലെ. എല്ലാവരും ആ സമയം നമ്മൾ എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുക? ഞാനും അച്ഛനമ്മയും നമ്മൾക്ക് വിഷമിച്ച് സങ്കടപ്പെട്ട് ആരുടെ കൂടെ പോയി എന്നറിയില്ല, എന്താണ് കാര്യം എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ ഞാൻ അവിടെ ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യാനായിട്ട് ഞാൻ റെഡി ആയില്ല. കാരണം 6:30 എനിക്ക് വണ്ടി വരും. ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞ് ഞാൻ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നാളെ എൻ്റെ ഫാമിലി നോക്കേണ്ടത് ഞാൻ തന്നെയാണ്. എൻ്റെ അനിയത്തി പോയി, പക്ഷേ ഞാൻ 6:30 ഞാൻ റെഡിയായി, ഞാൻ ലൊക്കേഷനിൽ പോയി. ഒരു 8:30 ആയപ്പോൾ ഞാൻ ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്ന ടൈമിന് എല്ലാവരുടെയും മൊബൈലിൽ മെസ്സേജ് ഒക്കെ വരുന്നത് എന്നെ ഇങ്ങനെ എല്ലാവരും നോക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അവരുടെ കല്യാണം കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലായി. ഇതൊക്കെ ലൈഫിൽ നമ്മൾ ഓരോന്ന് ഫേസ് ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്. അത് അനുവിൻ്റെ വഴി തിരഞ്ഞെടുത്തു, നമ്മളത് അക്സെപ്റ്റ് ചെയ്തു. പിന്നീട് ആൾക്കാർ എന്തെങ്കിലും കുത്തുവാക്കുകൾ ഒരുപാട് കുത്തുവാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. എനിക്കതിപ്പോഴും മനസ്സിലായിട്ടില്ല. അതായത് പോയത് എൻ്റെ അനിയത്തിയാണ്, പക്ഷേ എന്തിന് എന്നെ ബ്ലെയിം ചെയ്യണം? ഞാൻ എന്ത് ചെയ്തിട്ട്? അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മളോട് ചോദിക്കാം, അനിയത്തി പോയിൽ വിഷമം ചോദിക്കാം. പക്ഷേ ഇങ്ങനെ കണ്ടതിന് ശേഷം ഇവിടെ നിന്ന് പുറത്തോട്ടേക്ക് ഇറങ്ങി 4 ആൾക്കാർ നിൽക്കുന്നതിൻ്റെ ഇടയിൽ വെച്ച് ഒരു ന്യൂസ് കണ്ടായിരുന്നു അനിയത്തിയുടെ എന്ന് ചോദിക്കുന്നത് വേറെയാണ്.